अरे भैया, चुनाव आयोग की जिम्मेदारी है निष्पक्ष चुनाव कराना। തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കത്തയച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പേരുകൾ സഹിതം തെളിവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരുടെയും അനർഹമായി ഉൾപ്പെട്ടവരുടെയും പേരുകൾ ഒപ്പിട്ട സത്യപ്രസ്താവനക്കൊപ്പം പങ്കുവെക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സത്യപ്രസ്താവനയും അയച്ചിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ അതിശക്തമായ പ്രതികരണവുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. താനൊരു രാഷ്ട്രീയക്കാരനാണെന്നും ജനങ്ങളോട് പറയുന്നത് എന്താണോ അതാണ് തൻ്റെ വാക്കെന്നും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പ്രതികരിച്ചു. പറയാനുള്ളത് എല്ലാവരോടും പരസ്യമായി തന്നെ ഞാൻ പറഞ്ഞു. ഇതിനെ സത്യപ്രസ്താവനയായി എടുക്കാം, രാഹുൽ ഗാന്ധി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റയാണ് താൻ പുറത്തുവിട്ടതെന്നും തങ്ങളുടെ ഡാറ്റയല്ലെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. ഈ വിവരങ്ങളൊന്നും അവർ തള്ളിക്കളഞ്ഞിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധി പറയുന്ന വോട്ടർ ലിസ്റ്റ് തെറ്റാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അത് തെറ്റാണെന്ന് പറയാത്തത്? കാരണം നിങ്ങൾക്ക് അത് ശരിയാണെന്നറിയാം. രാജ്യത്തുടനീളം നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, രാഹുൽ ഗാന്ധി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. രാജ്യത്ത് വോട്ട് മോഷണം നടക്കുന്നുണ്ടെന്നും ഹരിയാന തെരഞ്ഞെടുപ്പോടെ അത് വ്യക്തമായെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഡൽഹിയിലെ ഇന്ദിരാഭവനിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. തെളിവുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. 33,000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ BJP 25 ലോക്സഭാ സീറ്റുകൾ നേടി. 2024 അധികാരത്തിൽ തുടരാൻ പ്രധാനമന്ത്രി മോദിക്ക് 25 സീറ്റുകൾ മോഷ്ടിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് ഡിജിറ്റൽ വോട്ടർ റോളുകൾ നൽകുന്നത്. മഹാരാഷ്ട്ര 5 വർഷം കൊണ്ട് ചേർത്തതിലും അധികം വോട്ട് 5 മാസം കൊണ്ട് ചേർത്തു. ഹരിയാനയിലെയും കർണാടകയിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ മാറ്റിയതിലും സംശയമുണ്ട്. മഹാരാഷ്ട്രയിൽ 5 മണിക്ക് ശേഷം പോളിംഗ് നിരക്ക് കുതിച്ചുയരുകയായിരുന്നു. മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാർ വന്നു. CCTV ദൃശ്യങ്ങളടക്കം 45 ദിവസം കൊണ്ട് നശിപ്പിച്ചു. ദൃശ്യങ്ങൾ ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവ നശിപ്പിച്ചത്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടെ 1 കോടി പുതിയ വോട്ടർമാർ ചേർക്കപ്പെട്ടു. संजय सिंह हमारे साथ जुड़ गए हैं, आम आदमी पार्टी के वरिष्ठ नेता हैं, राज्यसभा सांसद हैं। संजय सिंह, आप दिल्ली में भी आरोप लगा रहे थे। आजकल राहुल गांधी से ज़्यादा अच्छी बन तो नहीं रही है आम आदमी पार्टी की, लेकिन राहुल गांधी जो आरोप लगा रहे हैं अब उसमें एक निरंतरता दिख रही है। जो बात आप कह रहे थे कि भाई सांसदों के घर में 40-40 वोट, 45-45 वोट, यहाँ पर ये तो 5 श्रेणियाँ दे दी राहुल गांधी ने। संदीप जी, आपको नमस्कार और आपको आपके दर्शकों को नमस्कार। लेकिन आज मुझे पहली बार ऐसा लग रहा है कि आज आपने इतने मासूमियत के सवाल पूछे कि आपके दर्शक भी हैरान होंगे कि कितने मासूमियत के सवाल पूछे आपने। हमारे इलाके के थानेदार ने अपने सिपाहियों के साथ मिलके इलाके में डकैती डाल दी, लोगों के घर लूट लिए, चोरी कर ली। उसके बाद आप कह रहे हैं कि भैया आपने थानेदार को बताया क्यों नहीं कि चोरी करना गलत बात है, डकैती करना गलत बात है। अरे भैया, चुनाव आयोग की जिम्मेदारी है निष्पक्ष चुनाव कराना। ये वोट की चोरी उसके नेतृत्व में हो रही है, भारतीय जनता पार्टी की मिली भगत के साथ हो रही है, और ऐसे सामान्य चोरी नहीं हो रही है। अगर आप वास्तव में पूछिए तो जितने बड़े चोरी के खुलासे दिल्ली और आज और इसके पहले हुए हैं और SIR में हुए हैं, उसके बाद देश के कई चुनाव अवैध घोषित हो जाने चाहिए। देश की सरकार वोट चोरी के आधार पर अवैध घोषित हो जानी चाहिए। वोट चोरी के आधार पर बनी हुई सरकार है दिल्ली की सरकार, वोट चोरी के आधार पर बनी हुई सरकार है। मुझे 2 मिनट का समय दीजिएगा, मैं आपको बताता हूं। 14 कॉन्स्टिट्यूएंसी का डेटा है मेरे पास, 14 विधानसभाओं का, और इन 14 विधानसभाओं में जनक